122 വർഷങ്ങൾക്ക് മുന്നേ ഉത്തർപ്രദേശിലെ ബാഗത്പത് ജനിച്ച നീര ആര്യ താൻ ജനിച്ച നാടിനെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ പോരാടുമെന്ന് ദൃഢനിശ്ചയം ചെയ്ത ആ വനിത ചെറുപ്പം മുതലേ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ താല്പര്യം പ്രകടിച്ച നീര ആസാദ് ഹിന്ദു ഫൗജിലെ റെജിമെന്റിൽ ചേരുന്നു. ഇതറിയുന്ന അവളുടെ അച്ഛൻ ബ്രിട്ടീഷ് ആർമി ഓഫീസറായിരുന്ന ശ്രീകാന്ത് ദാസിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. അന്ന് അദ്ദേഹം ഇന്ത്യയിലെ ഒരു CID ഓഫീസറായിരുന്നു. നേതാജിയെ കാണുന്നതിന് വേണ്ടി അവൾ പോകുന്നു. പിന്തുടർന്ന ശ്രീകാന്ത് നേതാജിയുടെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാമായിരുന്ന നീര അവളുടെ ഭർത്താവായ ശ്രീകാന്തിനെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ ബോസിനെ രക്ഷപ്പെടുത്തുന്നു. ഗവൺമെന്റ് അവളെ ആൻഡമാനിലെ ജയിലിലേക്ക് അയക്കുന്നു. അധികാരികൾ മാറി മാറി അവളെ ചോദ്യം ചെയ്തിട്ടും സുഭാഷ് ചന്ദ്രബോസ് എവിടെയുണ്ടെന്ന് അവൾ പറയാൻ തയ്യാറായില്ല. അവസാനം അവൾ ഇങ്ങനെ പറഞ്ഞു, സുഭാഷ് ചന്ദ്രബോസ് എന്റെ നെഞ്ചിനകത്താണുള്ളത്, നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ അവളെ ഒരു ആയുധമെടുത്ത് അവളുടെ മാറ് കീറി നോക്കുന്നു. ഇതിനകത്താണോ നിന്റെ സുഭാഷ് ചന്ദ്രബോസ് ഇരിക്കുന്നത്? ഞങ്ങൾക്കാർക്കും കാണുന്നില്ല. 77 വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് നമ്മൾ അറിയാത്തതും പറഞ്ഞു കേൾക്കാത്തതുമായ ഒട്ടനവധി പേരാണ് ഇന്ത്യക്കായി പോരാടിയത്.